നമ്മൾ മനസ്സിൽ കാണുന്നതെല്ലാം ഇനി AI സ്ക്രീനിൽ കാണിക്കും. കേൾക്കുമ്പോൾ ആകാംക്ഷയൊക്കെ തോന്നുമെങ്കിലും കാര്യം സീരിയസ് ആണ്. സോഷ്യൽ മീഡിയ ഭരിക്കുന്ന AI ജനറേറ്റഡ് വീഡിയോകൾ വൈറലായതോടെ അതിൻ്റെ സത്യമെന്ത്, വ്യാജം ഏത് എന്ന് തിരിച്ചറിയാനുള്ള വലിയ പാടാണ് ഇപ്പോൾ ഉള്ളത്. കൊച്ചിയിലെ ടെക്കികൾ ആ കാര്യവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ടെക്കികൾ സംസാരിക്കുന്നത് കേൾക്കാം. വാർത്തകൾ വായിക്കുന്നത് രഞ്ജൻ മനോജ്. സമയം രാവിലെ 7:25. VEO3 ആണ് പ്രധാനമായും AI വീഡിയോകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ടെക്കി അല്ലാത്തവർക്കും ChatGPT വഴി ഇത്തരം വീഡിയോകൾ നിർമ്മിക്കാം. VEO3 ആകുമ്പോൾ ഇപ്പം നമുക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് കിട്ടും. ഇപ്പം പണ്ട് നമുക്ക് കിട്ടിയിരുന്ന ഇമേജസ് ഒക്കെ വളരെ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഷോട്ടുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഇത്. പക്ഷെ ഇപ്പം ഭയങ്കര ഒരു ഹ്യൂമൻ ലൈഫ് നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിൽ അത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജും വീഡിയോസും നമുക്ക് കിട്ടുന്നുണ്ട്. ഗൂഗിളിന്റെ ടൂൾ ഉപയോഗിച്ച് ടെക്സ്റ്റ്, ശബ്ദം, ചലനങ്ങൾ എന്നിവ കൂട്ടിച്ചേർത്തുള്ള ഇത്തരം വീഡിയോകൾ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഒപ്പം വ്യാജനും ഇറങ്ങി. മനുഷ്യന്റെ ജോലിയെ എളുപ്പമാക്കുന്ന ടൂളുകൾ അശ്ലീല സംഭാഷണങ്ങൾക്കും വീഡിയോകൾക്കുമായി ഉപയോഗിക്കാനും തുടങ്ങി. എല്ലാതരം ഒരു പുതിയ കാര്യങ്ങൾ വരുമ്പോഴേക്കും അതിൻ്റെ പല തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവും. അത് ചിലപ്പോൾ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. പോസിറ്റീവ് ആണെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഔട്ട്പുട്ടുകൾ ഉണ്ടാവും. ഇത് ദൃശ്യമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തതുവഴി സമൂഹത്തിന് നൽകുന്ന സന്ദേശം അപകടകരമാണെന്നും വീഡിയോ പിൻവലിക്കണമെന്നും പല ഭാഗത്തു നിന്നും പരാതി ഉയർന്നു. കുട്ടികളും സാധാരണക്കാരും ഇത്തരം വീഡിയോകൾ സത്യമാണെന്ന് തെറ്റിദ്ധരിക്കാനും ഇടയുണ്ട്. ഈ പറഞ്ഞ പോലെ ഈസി ആക്സസ് ആണ്. ഏതൊരാൾക്കും ഭയങ്കരമായ ടെക്നോളജിക്കൽ അല്ലെങ്കിൽ ഭയങ്കര തെക്കിയാവണമെന്നൊന്നുമില്ല ഈ കാര്യങ്ങളൊന്നും ആക്സസ് ചെയ്യാൻ. ഏതൊരു സാധാരണ ആയ ആൾക്കാർക്കും അത്യാവശ്യം നൈസായി ഒരു പ്രോംപ്റ്റ് ചെയ്യാൻ അറിയാവുന്ന കൊണ്ടുവരാൻ പറ്റുന്ന ആൾക്കാർക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും, ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. അതിശയോക്തി കലർന്ന കാര്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നും തെറ്റായ വീഡിയോകളെ മനസ്സിലാക്കാൻ അത് മാത്രമാണൊരു പോംവഴിയെന്നും സാങ്കേതിക രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ന്യൂസ് മലയാളം, കൊച്ചി.